സൗദി അറേബ്യക്കെതിരെ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് യമനിലെ ഹൂതി വിമതർ. കഴിഞ്ഞ ദിവസം യമനിൽ നടത്തിയ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി സൗദിയിൽ യമൻ അതിർത്തിയോട് ചേർന്ന് നജ്റാൻ പ്രവിശ്യയിലെ ജനവാസ മേഖലയിൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. സ്വദേശികൾക്കും ഈജിപ്ത്, യമൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കുമാണ് പരിക്കേറ്റത്. തിരിച്ചടിക്കുമെന്ന് സൗദി പ്രതികരിച്ചു. വ്യാഴാഴ്ചയും ഇന്നലെയുമാണ് അതിരൂക്ഷാക്രമണം നടന്നത്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. നജ്റാൻ പ്രവിശ്യയിലെ ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ 7 സൗദി പൗരന്മാരും 1 യമനിയും 2 ഈജിപ്ഷ്യൻ പൗരന്മാരും 1 പാകിസ്ഥാനിയും ഉൾപ്പെടുന്നു. ഇന്നലെ യമനിലെ മരിബ് നഗരത്തിൽ ഹൂതികൾ പാർപ്പിട മേഖലയിലും ദുരിതാശ്വാസ ക്യാമ്പിലും ആക്രമണം നടത്തി 2 പേർ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 4 വർഷമായി തുടർന്ന ഹൂതി സൗദി സംഘർഷത്തിൽ ആദ്യമായാണ് ഇത്രയധികം പേർ കൊല്ലപ്പെടുന്നത്. സൗദി US സഖ്യത്തിന്റെ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ചെങ്കടലിൽ സൗദി കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. സൗദി അറേബ്യയുടെ വൻ സൈനിക വിന്യാസങ്ങളാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്നാണ് വടക്കു പടിഞ്ഞാറൻ യമന്റെ ഭൂരിഭാഗവും നിയന്ത്രണത്തിലാക്കിയിരുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ സൈനിക വക്താവ് അവകാശപ്പെട്ടത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന സർക്കാർ സേനയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. മാരിബ്, ഹദ്രാമൌത്ത് ഗവർണറേറ്റുകളിലെ യമൻ എമർജൻസി ഫോഴ്സിന്റെ നിരവധി ക്യാമ്പുകൾ ആക്രമിച്ചതായും ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൂതി സൈനിക വക്താവ് യഹ്യാ സരി എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ റുവൈഖ്, അൽ അബ്രബ്, അൽധാനിയ മേഖലകളിലും മറ്റ് എമർജൻസി ഫോഴ്സ് ക്യാമ്പുകളിലും വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് ഹൂതി വിമതരുടെ അവകാശവാദം. ഇതിനിടെ അടിയന്തര സേനാ ക്യാമ്പുകൾ ഒഴിയാൻ ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയതായാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. യമന്റെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എമർജൻസി ഫോഴ്സസ് ക്യാമ്പിലുള്ളവർ ഉടൻ അവിടെ നിന്നും ഒഴിയണമെന്നും ഹൂതി സൈനിക വക്താവ് യഹ്യാ സാരിയ പറഞ്ഞു. തെറ്റിദ്ധരിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടുവെന്നും സൗദിയുടെ ക്യാമ്പുകളിൽ കഴിയുന്ന നമ്മുടെ ജനങ്ങൾ വൈകും മുമ്പ് അവിടം വിട്ട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങണമെന്നും യഹ്യാ സാരിയ മുന്നറിയിപ്പ് നൽകി. ഏതു തരത്തിലുള്ള സംഘർഷ വ്യാപനത്തെയും നേരിടാൻ സായുധ സേന പൂർണ്ണസജ്ജമാണെന്ന് യമനിലെ എല്ലാ ഗവർണറേറ്റുകളിലെയും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്നാണ് എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ ഹൂതി സൈനിക വക്താവ് അറിയിച്ചിരിക്കുന്നത്. മാരിബ് ഗവർണറേറ്റിലെ അൽധാനിയ മേഖലയിലുള്ള യമൻ എമർജൻസി ഫോഴ്സസ് ക്യാമ്പിനെതിരെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി നേരത്തെ അൽ മസ്ദർ ഓൺലൈൻ പത്രത്തെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാവിലെ ആരംഭിച്ച ആക്രമണം ഉച്ചവരെ തുടർന്നതായും ക്യാമ്പിലെ സൈനിക ബാരക്കുകളും വെടിക്കോപ്പ് ശേഖരങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനിടെ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരായ സായുധ ആക്രമണം എല്ലാവർക്കുമെതിരായ ആക്രമണമായി കണക്കാക്കി ഒന്നിച്ച് പ്രതികരിക്കുമെന്നാണ് പ്രധാന വ്യവസ്ഥ. നേരത്തെ സമാന വ്യവസ്ഥയുള്ള ഉഭയകക്ഷി പ്രതിരോധ കരാറിൽ സൗദിയും പാകിസ്ഥാനും ഒപ്പിട്ടിരുന്നു. മക്കയിൽ വെച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ എന്നിവരാണ് കരാറിൽ ഒപ്പിട്ടത്. രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രബന്ധവും ഇസ്ലാമിക ഐക്യവും പൊതുസുരക്ഷാ താൽപര്യങ്ങളും അടിസ്ഥാനമാക്കിയാണ് ത്രിരാഷ്ട്ര പ്രതിരോധ കരാറെന്ന് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാൻ US ഇസ്രായേൽ സംഘർഷം ചെങ്കടലിലേക്കും വ്യാപിച്ചത് ഗൾഫ് മേഖലയിൽ സുരക്ഷാ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ 3 രാജ്യങ്ങളും അംഗീകരിച്ച കരാർ പ്രകാരം സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പ്രതിരോധ വ്യവസായ ഉൽപാദനം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിനായുള്ള വ്യക്തമായ വ്യവസ്ഥകളുമുണ്ട്. ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള സൗദിയുടെ സഖ്യരൂപീകരണത്തിൽ ഇന്ത്യയ്ക്കും ആശങ്കയ്ക്ക് വകയുണ്ട്. നേരത്തെ തന്നെ നാറ്റോ മോഡൽ പ്രതിരോധ കരാർ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒപ്പിട്ടിരുന്നു. ഈ സഖ്യത്തിലേക്കാണ് യുറേഷ്യൻ മേഖലയിൽ ഇന്ത്യ എതിർക്കുന്ന തുർക്കിയുടെ വരവ്. മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാനെ ഡ്രോണുകൾ നൽകി സൈനികമായി സഹായിച്ച രാജ്യമാണ് തുർക്കി. സഖ്യത്തിലൂടെ പാകിസ്ഥാന് സാങ്കേതിക സാമ്പത്തിക സഹായം എളുപ്പത്തിൽ ലഭ്യമാകുന്നത് ആയുധ നവീകരണ വേഗത വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയെ നിർബന്ധിതരാക്കും. ഈ കരാറിന് മറുപടിയായി ഇന്ത്യക്ക് ഗ്രീസ്, അർമേനിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സൈനിക നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.